ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ സ്വന്തം ആർമിക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ജിന്നേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ പാട്ട് മത്സരം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പാട്ട് മത്സരത്തിന്റെ മെയിൻ ഉദ്ദേശം ജിന്നേട്ടന്റെ ബർത്ത്ഡേ ആഘോഷമാണെന്ന്. എന്നാൽ അത് മാത്രമല്ല, ഈ പാട്ട് മത്സരത്തിന്റെ മെയിൻ ഗോളാണ് ജിന്നേട്ടന്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങുക എന്നത്. എന്ത് ഇത് തുടങ്ങി വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചതാ. അല്ല, കേക്ക് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് വാങ്ങിച്ചാ പോരെ? അങ്ങനെ ചെയ്താ പിന്നെ അതിനൊരു വെറൈറ്റി ഇല്ലല്ലോ. അപ്പൊ വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ പരസ്പരം അടിപിടി കൂടണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നതല്ലേ? അതല്ലെങ്കിൽ ഈ പന്നിക്ക് അങ്ങനത്തെ കുറച്ച് ദുരുദ്ദേശങ്ങൾ കൂടുതലല്ലേ? നേരെ നിങ്ങൾ വിചാരിക്കണ പോലെ ഒരാളായിട്ട് കേക്ക് വാങ്ങേണ്ട തരത്തിലല്ല ഗ്രൂപ്പായാണ് കളിക്കുന്നത്. അതിൽ തോൽക്കുന്ന ഗ്രൂപ്പ് കേക്കും വാങ്ങും, പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗാനമേള നടത്തും. എന്നിട്ട് ആരൊക്കെ ഗ്രൂപ്പ്, അത് നിങ്ങൾ 6 ആളും കൂടി തീരുമാനിച്ചോ ആരൊക്കെ ഗ്രൂപ്പ് വേണ്ടതെന്ന്. അപ്പൊ നീയോ? ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കളിന്റെ ഇൻസ്ട്രക്ഷൻ തരാം, അതുപോലെ പാട്ടിനുള്ള ക്വസ്റ്റ്യനും ഇടാം. അമ്പട വളവാ. അപ്പൊ നീ കേക്കിന് എങ്ങനെയായാലും പൈസ എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല, ഞാൻ എന്തായാലും കേക്കിന് എന്റെ വക ഒരു സംഭാവന തരും. പക്ഷെ കളിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എടാ മണ്ട, അതവിടെ ജിന്നേട്ടനല്ലേ നിൽക്കേണ്ടത്. ഇന്ന് അങ്ങേരെ ബർത്ത്ഡേ അല്ലേ? അതിനെന്താ, ബർത്ത്ഡേ ആയ ജിന്നേട്ടന് പാട്ട് പാടിക്കൂടെ? അതല്ല, ജിന്നേട്ടൻ അവിടെ നിന്ന് ജിന്നേട്ടൻ കേക്കിന് ക്യാഷ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനെന്താ, ജിന്നേട്ടന്റെ ബർത്ത്ഡേ കേക്കിന്റെ പൈസ ജിന്നേട്ടൻ എടുക്കാൻ പാടില്ല എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തവണ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒറ്റയ്ക്ക് കേക്ക് വാങ്ങി. ആ കേക്ക് നീ ഒറ്റയ്ക്ക് തന്നെ തിന്നു തീർക്കുകയും ചെയ്തില്ലേ? അതൊക്കെ അങ്ങനെ ഉണ്ടാവും. എന്തായാലും ജിന്നേട്ടൻ പൈസ എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോ അതിലൊന്നും ടെൻഷൻ അടിക്കാതെ വേഗം മത്സരം തുടങ്ങിയിട്ട് നീ ഗ്രൂപ്പ് തിരിക്ക്. ഓക്കെ, അപ്പൊ മത്സരത്തിനുള്ള 2 ഗ്രൂപ്പാണ്, വലിയ ടീമും ചെറിയ ടീമും. അല്ല, നീ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? പ്രത്യേകിച്ചൊന്നുമല്ല, നീളുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പും നീളല്ലാത്തവരൊക്കെ ഒരു ഗ്രൂപ്പും. നീ എന്താ ഞങ്ങളെ കളിയൊക്കെ? അയ്യോ അല്ല, ഇങ്ങനെ ആവുമ്പോ ഗ്രൂപ്പ് തിരിക്കാൻ എളുപ്പമാണ്. അതാ. എന്നാ പിന്നെ ഞാൻ ചെറിയ ടീമിൽ കൂടാ. ഞാനിപ്പോ എന്തിനാ ഇവിടെ നിക്കണേ? ഞാനും ചെറിയ ടീമിൽ കൂടാ. നിങ്ങളൊക്കെ ചെറിയ ടീമിലാന്ന് പറഞ്ഞെന്തിന് എന്നെ പിടിക്കാൻ നിക്കണേ? ഞാൻ ചെറിയ ടീമിലൊന്നല്ല, ഞാൻ വലിയ ടീമിലാ. ജിമിനെ, നീ സീനാക്കി കോളാക്കാൻ നിൽക്കാതെ ഇന്ന് പോന്നേ. നീ ഇനി എത്ര പ്രതിഷേധിച്ചാലും നിന്റെ നീളം മാറാൻ പോണില്ല. എടാ ജിമിനെ, നീ എന്തിനാ വെറുതെ ഓരോന്ന് കാട്ടിനോളെ അവ നിക്കണേ? അതന്നെ ജിമിനെ, അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ ഈ ജിമിൻ അല്ലാതായി പോവില്ലേ? ഓക്കെ, അപ്പൊ ടീമൊക്കെ തിരിച്ചു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് മത്സരത്തിന്റെ ഒരു ട്രയൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്റെ ട്രയൽ കാണാൻ എല്ലാവരും റെഡിയല്ലേ? മാന്യ മഹാജനങ്ങളെ, ഇതാ വരുന്നു നിങ്ങളെയെല്ലാം അഭിമാനമായ രോമാഞ്ച കഞ്ചുകമായ ഗായകന്മാരുടെ പേടി സ്വപ്നം. വി അഥവാ കിം തെയോങ് ഗാനഗന്ധർവൻ. ഒരു ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. കുറുടി കുഴലൂടി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. ഒരു ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. കുറുടി കുഴലൂടി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. നിൻ പാട്ടിന് കൂട്ടിന് പോരാം, കുളിമുത്തുകൾ വാരി വിതയ്ക്കാം, ഈ നീല നിലാവിനു നേരാം ശുക്രിയ ശുക്രിയ ശുക്രിയ. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പാട്ട് അവതരിപ്പിക്കേണ്ടത്. വിയേട്ടന്റെ കോട്ട് നല്ല രസമുണ്ട്. ഇത് ഈ കളി കഴിഞ്ഞ് എനിക്ക് തരുമോ? രസമുണ്ടോ? ഓക്കേടാ കുക്കിക്കൂട്ടാ, കളി കഴിഞ്ഞ് ഇത് നീ എടുത്തോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നിവിടെ 3 പാട്ടിനുള്ള ചാൻസേ ഉള്ളൂ. ആ 3 പാട്ടില് 2 പാട്ട് തെറ്റാതെ പാടുന്ന ടീം വിന്നേഴ്സ്. ഇനി പാട്ട് പാടാൻ കഴിയാതെ വന്ന അപ്പൊ നമ്മൾ ഓപ്ഷൻ വേറെ തരും. അപ്പൊ ഓക്കെ ഗൈസ്, കളി തുടങ്ങാൻ പോവാണ്. എല്ലാരും സീരിയസ് ആയിക്കോ. അപ്പൊ പാട്ട് പാടാൻ എല്ലാരും റെഡി അല്ലേ? എന്നാ ഞാനിതാ ഫസ്റ്റത്തെ ക്ലൂ തരാൻ പോവാണ്. ഒന്ന് വേഗം താ. പ്രഭുദേവ ഗൗതമി അഭിനയിച്ച പാട്ട്. പിന്നെ ഈ പാട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മലയാള പാട്ടല്ല, തമിഴാണ്. ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും ആയിട്ടാണ്. എനിക്കും കിട്ടി. ഇങ്ങോട്ട് മാറി നിക്കട ചക്ക. ജെന്റിൽമാൻ സിനിമയിലെ ചിക്ക് ബുക്ക് റെയിലേ പാട്ട്. ഓക്കെ, അപ്പൊ മ്യൂസിക് ഇട്ടോ, ഞാൻ പാടും. അല്ല സുഖേട്ടന് ഇതിന്റെ ഫുള്ള് ലിറിക്സ് അറിയോ? അറിയുന്നവരൊക്കെ പാടാം.
ബാക്കി ലിറിക്സ് എനിക്കറിയില്ലടാ. സുഖേട്ട നാണം കെടുത്താനായിട്ട്. ചിക്ക് ബുക്ക് റൈലേ അടക്കാലക്കിത് പാൽ വസൈലേ ചിക്കുവാല മയിലേ ഇപ്പൊ ഓക്കേ നാ അടിക്കൂലേ ചിന്ന പൊന്നിവ പഠിപ്പത് എതിരാജാ മനസ്സ് എല്ലാം ചെലവ് ചെയ്യും ചുറ്റുനീളം ഇവ പറവയിൽ ഉൾവാച്ച മനസ്സ് പസങ്ങളെ വിഴിയിലെ പൊടിച്ച ചിക്ക് ബുക്ക് റൈലേ കാലക്കിത് പാൽ വസൈലേ ചിക്കുവാല മയിലേ ഇപ്പൊ ഓക്കേ നാ അടിക്കൂലേ നങ്ക സൈക്കിൾ ഏരിയ വണ്ടാക്ക നിങ്ക മോട്ടർ ബൈക്ക് താൻ പാർപ്പിങ്ക നങ്ക മോട്ടർ ബൈക്കിലെ വണ്ടാക്ക നിങ്ക മരുതിക്ക് മറുവിങ്ക നങ്ക ജീൻസ് പാൻറ് താൻ പോട്ടാക്ക നിങ്ക ബാഗി പാൻറ് താൻ പാർപ്പിങ്ക നങ്ക ബാഗി പാൻറ് താൻ പോട്ടാക്ക നിങ്ക വെട്ടിയത്ത തെടുവിങ്ക ഒന്നുമേ വിവരങ്ങൾ പുരിയവില്ല എന്നത്തെ പിടിക്കുമോ തെരിയവില്ല അമ്പുകളായിരം അടിച്ചാച്ച് മൊത്തത്തിൽ പൈപ്പിയം പൊടിച്ചാച്ച്. കണ്ടില്ലേ, ഇങ്ങനെ വേണം പാട്ട് പാടാൻ. അതിനിപ്പോ ഞങ്ങൾക്ക് ഈ തമിഴ് ലിറിക്സ് ഒക്കെ അറിയണ്ടേ. ദേ നെക്സ്റ്റ് ഇനി മലയാളം പാട്ട് ഇട്ടോട്ടോ. ഇവിടെ മനുഷ്യന് മലയാളം തന്നെ നേരെ അറിയൂല, അപ്പോഴാ അവൻ്റെ ഒരു തമിഴ്. അങ്ങനൊന്നുമില്ല, മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ലാന്നാ. അതുകൊണ്ട് എനിക്ക് തോന്നിയ പാട്ടൊക്കെ ഇടും. അതല്ലേ മത്സരം. മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല. എന്തായാലും നെക്സ്റ്റ് പാട്ടിന്റെ ക്ലൂ ആണ്. മമ്മൂട്ടിയും ശ്രീനിവാസനും അഭിനയിച്ച പാട്ടാണ്. മലയാള സിനിമയിലാണെങ്കിലും പാട്ട് തമിഴാണ്. നടിയുടെ നായകൻ ഇവര് രണ്ടുപേരും അല്ല. കിട്ടി. ഓക്കെ, പാട്ട് മാർഗഴിയെ മല്ലികയെ. സിനിമ പേര് എനിക്ക് അറിയില്ല. അറിയാതെ നീ എന്തിനാടാ പോയേ? സിനിമ മേഘാണോ വിയേട്ടാ? അതന്നെ, വേഗം പോ. ഇങ്ങോട്ട് മാറട ചെക്ക. ഓക്കെ, അപ്പൊ മേഘം സിനിമയിലെ മാർഗഴിയെ മല്ലികയെ പാട്ട്. എന്നാ വേഗം പാടിക്കോ, മ്യൂസിക് വരട്ടെ. മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മാമനായി മാറനായി. അവിടെ തെറ്റി. എന്ത്? അവിടെ ലിറിക്സ് മാറ്റണ്ട്. ഇവിടെ വന്നിരിക്കും, ഞാൻ പറഞ്ഞുതരാം. അവിടെ വീണ്ടും മഞ്ഞളും പൂശിവാന്നാ. ഓ അങ്ങനെയാണോ? എന്നൊക്കെ ഞങ്ങൾ പാടാം. മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. ആ കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കണ്ണകിയോ നീയല്ലേ കോവലനോ ഞാനല്ലേ കണ്ണകിയോ നീയല്ലേ കോവലനോ ഞാനല്ലേ ചോളം കൊയ്യും കാലം വന്നാൽ മാട്ടുപൊങ്കൽ മാസം വന്നാൽ കൂത്തു കുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം മാമനായി മാരനായി വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഓക്കെ, ഇങ്ങനെ പോയാൽ നമ്മൾ ജയിക്കും. നിങ്ങൾ മാത്രല്ല, ഞങ്ങളും പാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാട്ടും കൂടെ അല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ തന്നെ പാടിടമോയല്ലേ. നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാട്ട്, ദി ലാസ്റ്റ് സോങ് ഓഫ് ദി മത്സരം. ക്ലൂ നമ്പർ 1 മമ്മൂട്ടിയുടെ സിനിമയാണ്. മമ്മൂട്ടിക്ക് എത്ര സിനിമ ഉണ്ടടാ പൊട്ട? നേരാ. ക്ലൂ നമ്പർ റീമേക്ക് പാട്ടാണ്. ഷൈൻ ടോമിന്റെ ഡാൻസ്. കിട്ടിയില്ലേ പോട മണ്ടന്മാരെ? കിട്ടി. അതിന്റെ ഫസ്റ്റ് ലൈൻ എന്തേലും ജിന്നേട്ടാ? അതറിയാതെ നീ എന്തിനാണ് മണ്ട ഓടിയേ? ജിന്നേട്ടകളുണ്ട്. രവി പുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസക്കേളി തടാകം സുഖസോമം തേടുന്ന ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം ആദര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ. തെറ്റി അവിടുന്ന് മാറി നിക്കട, ഞങ്ങൾ പാടട്ടെ. പോയില്ലടാ, ഇനി സുഖവണ്ണൻ പാടിത്തരാം. രാത്രി പുഷ്പം. എന്ത് രാത്രി പുഷ്പം? ജിമ്മിന് തെറ്റിക്കാനായിട്ട് അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ, മനുഷ്യനെ നാണം കെടുത്താൻ. രതി പുഷ്പം അറിയാത്ത പണ്ടാർക്കാലം രാത്രി പുഷ്പം. ആ മെയ്ക്ക് തന്നെ ഇങ്ങോട്ട് അവന്റെ ഒരു രാത്രി പുഷ്പം. ഇനി അടുത്ത തവണ നീ പാടാൻ നിൽക്കണ്ട, ഞാൻ പാടാം. അടുത്ത തവണ ഞാൻ നിങ്ങളൊപ്പം പാടാൻ വരുന്നില്ല.
നീ വരണ്ട. ഇത് നോക്കിയതേ, ഒരു ലൈന് തെറ്റിന്നും പറഞ്ഞ് അവന്മാരെന്നെ പാട്ടിന് ഒഴിവാക്കി. ഇനി ഞാൻ അവരെ കൂടെ പാടാൻ പോകൂല. അവന്മാർ രാത്രി പുഷ്പം പാടി നന്നായി. അതന്നെ ചിന്നേട്ടാ. അതെ, ഞങ്ങൾ നേരത്തെ പാടിയെടുത്തുനിന്ന് ബാക്കി പാടിയതെയോ? അതൊന്നും പറ്റൂല, ഫസ്റ്റ് ആയിട്ട് പാടി ചിന്നേട്ടാ. രതി പുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസക്കേളി തടാകം സുഖസോമം തേടുന്നതാഹം നീ തരും ആദ്യ നോമജമാവം അതര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ. മതി, നിർത്ത്. എവിടെ തെറ്റി? ഞങ്ങളെ തെറ്റിയിട്ടൊന്നുമില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞു നിൽക്കണ്ട, അങ്ങ് പൊയ്ക്ക മാറി. ഇനി ഞാൻ പാടാ. ജിമിൻ പാടണ്ട ആദ്യം. തുടങ്ങല്ലേ? എവിടാ ജിമിൻ? ജിമിനെ നീ ഇങ്ങോട്ട് വന്നേ. ചെറിയ കാര്യത്തിനൊക്കെ തെറ്റി നിൽക്കാതെ നീ പാട്. നീയല്ല ഞങ്ങളെ മെയിൻ സിംഗർ. അതെ, ജിമിൻ ദി ബെസ്റ്റ് സിംഗർ. രതി പുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസക്കേളി തടാകം സുഖസോമം തേടുന്നതാഹം നീ തരും ആദ്യ രോമാഞ്ചഭാവം അതര ശില്പങ്ങൾ മദന കൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണ് നിൻ സംഗമം. എടത്തെ ഞങ്ങളല്ലേ ജയിച്ചത്? ഏയ്, നമ്മളാ ജയിച്ചത്. ഞങ്ങൾ ജയിച്ചേ. വിയേട്ട ഞങ്ങൾ തോറ്റു. സാറിലടക്കൂ, ഞാനുണ്ട് കൂടെ. ഏയ് എന്റെ വിയേട്ടൻ. നമ്മൾ പൊളിക്കും വിയേട്ട. അതന്നെ, കേക്ക് വാങ്ങി നമ്മൾ പൊളിക്കും. അപ്പൊ ഓക്കെ, നമ്മുടെ ചെറിയ ടീമാണ് മത്സരത്തിൽ ജയിച്ചത്. ഇനി വലിയ ടീമുകാര് ഗാനമേള എന്ന പണിഷ്മെന്റിനെ ഒരുങ്ങിക്കോളൂ. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് വാങ്ങാൻ പോവാം. അപ്പൊ ഈ കേക്ക് വാങ്ങിച്ചിട്ട് ഗാനമേള നടത്തിയ പോരെ? അതൊന്നും പോരാ, അതൊക്കെ അതിന്റെ ഒരു ഫ്ലോയിൽ നടത്തണ്ടേ. വരൂ നമ്മുടെ ഗാനമേള ടീമുകാർ, വേഗം വരൂ. അപ്പൊ പാട്ട് കൊണ്ട് നമ്മളെ രോമാഞ്ച കഞ്ചുകരാക്കാൻ നമ്മുടെ ഗാനമേള ടീമുകാർ ഇതാ എത്തിക്കഴിഞ്ഞു. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളായൊരു പൊൻവല നെയ്യും തേൻ മണ്ടു. വല നെയ്നിട്ട് കാര്യല്ലേ ചിന്നേട്ടാ? നീ മാറിക്ക ജൂണെ. പാട്ട് ഞാൻ ബാക്കി പാടട്ടെ. അത് വല നെയ്ന് എട്ടുകാലിൽ. അത് അറിഞ്ഞിട്ട് പാടിയാ മതി ബാക്കിയുള്ളവർ വരെ. അത് നീ അറിയാത്ത പുതിയൊരു വണ്ട ഇറങ്ങിയിട്ടുണ്ട്, വല നെയ്യ. നീ മാറിക്ക്. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ മണ്ടു ഞാൻ. എട്ടുകാലി ഞാൻ. ചൂണമുണ്ടല്ലേ? എട്ടുകാലി ഞാൻ. ആദരമൃത ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീല മുഴുകി വരും പൂഞ്ചുരുൾ ചായ. ഞങ്ങളുടെ ചിന്നേട്ടന്റെ ബർത്ത്ഡേ ആഘോഷം അവസാനിച്ചു. അവസാനിച്ചിട്ടില്ല ചിന്നേട്ടാ. നമുക്ക് കേക്ക് മുറിക്കാൻ പോവാം. അതിന് കേക്ക് ഞാൻ വാങ്ങിക്കണ്ടേ? കേക്ക് ചിന്നേട്ടൻ മാത്രമല്ല, ഈ കുക്കിമോനും കൂടി വാങ്ങിക്കും. അല്ലേടാ കുക്കി? അപ്പൊ ഓക്കെ ആർമി, നമ്മുടെ ചിന്നേട്ടന്റെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ അവസാനിക്കാണ്. ബൈ.